ഓം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസി രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. ആത്മഭാവങ്ങളെ, രാമന്റെ അയനത്തിലൂടെ എന്ന പരമ്പരയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അഹല്യ മോക്ഷം എന്ന ഭാഗമാണ്. വിശ്വാമിത്ര മഹർഷിയോടൊപ്പം രാമലക്ഷ്മണന്മാർ ഗംഗാതീരത്തുകൂടെ നടക്കുകയായിരുന്നു. അവിടെ ഗൗതമാശ്രമത്തിൽ എത്തിച്ചേർന്നു. പ്രശാന്തസുന്ദരമായ ഗൗതമാശ്രമം കണ്ട രാമകുമാരൻ ആശ്രമത്തിന്റെ പ്രത്യേകതയ്ക്ക് കാരണമന്വേഷിച്ചു. രാമന്റെ ആഗ്രഹമറിഞ്ഞ വിശ്വാമിത്രൻ അഹല്യാദേവിയുടെ കഥ പറയുകയാണ്. പ്രിയരെ, പണ്ട് പുരുവംശത്തിലെ പ്രസിദ്ധനായ പഞ്ചാശ്വരൻ എന്നൊരു രാജാവ് കുട്ടികളില്ലാത്തത് കാരണം ബ്രഹ്മദേവനെ തപസ് ചെയ്തു. കഠിനമായ തപസ്സിനൊടുവിൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ട് നല്ല ഭംഗിയും ഓമനത്വവുമുള്ള ഒരു പെൺകുഞ്ഞിനെ പഞ്ചാശ്വരന് നൽകി. അഹല്യ എന്ന് പേരിട്ട് വളർത്തിയ ഈ പെൺകുട്ടി അതീവ സുന്ദരിയായ ഒരു സ്ത്രീരത്നമായി വളർന്നു വന്നു. വിവാഹപ്രായമെത്തിയപ്പോൾ ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം അവളെ ഗൗതമമുനിക്ക് കന്യാദാനം ചെയ്തു. അവരുടെ പുത്രനായിരുന്നു വൈദേഹ രാജ്യത്തിന്റെ കുലഗുരുവായ ശതാനന്ദൻ. ഉത്തരരാമായണത്തിൽ ഇങ്ങനെയൊരു കഥയുണ്ട്. ബാലിസുഗ്രീവന്മാർ കുട്ടികളായിരുന്നപ്പോൾ അഹല്യായിരുന്നു അവരെ വളർത്തിയിരുന്നത്. ഒരിക്കൽ സൂര്യന്റെ തേരാളിയായ അരുണൻ ഒരു സുന്ദരിയായ ദേവസ്ത്രീയായി ദേവലോകം സന്ദർശിക്കുകയും തുടർന്ന് ദേവേന്ദ്രനിൽ നിന്ന് ഒരു പുത്രനെ സമ്പാദിക്കുകയും ചെയ്തു. അരുണന് ദേവേന്ദ്രനിൽ ഉണ്ടായ പുത്രനാണ് ബാലി. ദേവലോകത്തു നിന്നും വരാൻ താമസിച്ചതിന്റെ കാരണം സൂര്യനോട് വിശദീകരിക്കുകയും തുടർന്ന് സൂര്യനിലും അരുണന് ഒരു പുത്രനെ കൂടി ലഭിച്ചു. സൂര്യനിൽ നിന്നും അരുണനുണ്ടായ പുത്രനാണ് സുഗ്രീവൻ. ഈ രണ്ട് പുത്രന്മാരെയും മാതാവായ അരുണൻ മക്കളില്ലാത്ത അഹല്യാദേവിക്ക് സമ്മാനിക്കുകയും അരുണൻ സൂര്യനിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അഹല്യയുടെ പുത്രനായ സദാനന്ദൻ ഇതിനോടകം സന്യാസം സ്വീകരിച്ച് മാതാപിതാക്കളെ വിട്ട് പോയിരുന്നു. അരുണന് ഇവരെ കൂടാതെ രണ്ട് പുത്രന്മാർ കൂടിയുണ്ട്. അവരാണ് സമ്പാദിയും ജടായുവും. ബാല്യകാലത്ത് മനുഷ്യരൂപമായിരുന്നു ബാലിസുഗ്രീവന്മാരെ വാനരരൂപികളാക്കി ശപിച്ചത് ഗൗതമ മഹർഷിയായിരുന്നു. പുത്രന്മാരെ കിട്ടിയതു മുതൽ ഭർത്തൃശുശ്രൂഷകൾ മറന്നുപോയ അഹല്യ പലപ്പോഴും ഗൗതമ മഹർഷിയുടെ നിത്യനിദാനങ്ങൾ ചെയ്യാൻ കൂട്ടാക്കാതെ പുത്രശുശ്രൂഷയിൽ മാത്രം മുഴുകിയിരുന്നു. ഇത് സഹിക്കവയ്യാതെ വന്നപ്പോൾ ഗൗതമമുനി ബാലിസുഗ്രീവന്മാരെ കുരങ്ങന്മാരായി പോകട്ടെ എന്ന് ശപിക്കുകയും തുടർന്ന് ജാംബവാൻ ഇവരെ ഗൗതമാശ്രമത്തിൽ നിന്നും കിഷ്കിന്ധയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ദേവേന്ദ്രന്റെ പുത്രനാണല്ലോ ബാലി. തന്റെ പുത്രനെ കാണാനെന്ന ഭാവേന ദേവേന്ദ്രൻ പലപ്പോഴായി ഗൗതമാശ്രമത്തിൽ ചെല്ലാറുണ്ടായിരുന്നു. അതീവ സുന്ദരിയായ അഹല്യയെ കണ്ട മാത്രയിൽ തന്നെ ആ തരുണീരത്നത്തെ പുണരുവാനുള്ള മോഹം ദേവേന്ദ്രനിൽ ഉടലെടുത്തു. ഒരു ദിവസം പാതിരാനേരത്ത് ആശ്രമവളപ്പിൽ ഒരു പൂവൻകോഴിയുടെ രൂപത്തിൽ വന്ന് ഇന്ദ്രൻ ഉച്ചത്തിൽ കൂകി. ഇത് കേട്ട ഗൗതമമുനി ബ്രഹ്മമുഹൂർത്തമായെന്ന് കരുതി ഉറക്കമുണർന്നു. കുളിക്കാൻ വേണ്ടി ഗംഗാതീരത്തേക്ക് പുറപ്പെട്ടു. ഈ തക്കം നോക്കി കാമാർത്തി പൂണ്ട ഇന്ദ്രൻ ഗൗതമമുനിയുടെ വേഷത്തിൽ ആശ്രമത്തിനകത്തേക്ക് കടന്ന് അഹല്യയുമായി സംഗമിച്ചു. നദിയിലേക്ക് ഇറങ്ങുന്നതിനു മുമ്പ് നദിയെ തൊട്ടു വന്ദിച്ച ഗൗതമൻ ഒരു ഞെട്ടലോടെ കൈ പിൻവലിച്ചു. ഗംഗ ഉണർന്നിട്ടില്ല. ഒരു നിമിഷം അദ്ദേഹം കണ്ണടച്ച് ധ്യാനനിരതനായി നോക്കി. പ്രകൃതി മുഴുവൻ ഉറക്കത്തിലാണ്. തനിക്ക് തെറ്റുപറ്റിയോ? താൻ ചതിക്കപ്പെട്ടുവെന്ന ചിന്ത ഗൗതമന്റെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പോലെ കടന്നുവന്നു. അദ്ദേഹം തിരികെ ആശ്രമത്തിലേക്ക് വേഗം നടന്നു. ഗൗതമൻ തിരിച്ചു വന്നപ്പോൾ ഭാര്യയെയും മറ്റൊരു ഗൗതമനെയും കണ്ടു. സത്യം പറയാൻ ആജ്ഞാപിച്ചു. പേടിച്ച ദേവേന്ദ്രൻ സ്വന്തം വേഷമെടുത്തു. ഗൗതമൻ ദേവേന്ദ്രനെ ശരീരം മുഴുവൻ ഭഗങ്ങൾ ഉള്ളവനാകട്ടെ എന്നും
അഹല്യയെ ശിലയാകട്ടെ എന്നും ശപിച്ചു. പിന്നീട് ശ്രീരാമാവതാര സമയത്ത് ശ്രീരാമന്റെ പാദസ്പർശം കൊണ്ട് മുക്തിയാകുമെന്ന് അഹല്യയെ അനുഗ്രഹിച്ചു. വാത്മീകീയ രാമായണത്തിൽ ഈ കഥയ്ക്ക് ചില വ്യത്യാസങ്ങളുണ്ട്. അതിൽ അഹല്യ ഇന്ദ്രനെ സ്വേച്ഛയാ സ്വീകരിച്ചിട്ടാണ് എന്നാണ് പറയുന്നത്. കഥ പറഞ്ഞ് അവസാനിപ്പിച്ച വിശ്വാമിത്രൻ അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകാൻ ശ്രീരാമചന്ദ്രനോട് ആവശ്യപ്പെടുകയും ശ്രീരാമൻ തന്റെ വലതുപാദത്തിൽ ശിലയെ ഒന്ന് തൊട്ടതേയുള്ളൂ. അത് ഒരു സുന്ദരിയായി ഉണർന്നു. തപസ്വിനിയായ അഹല്യ ശ്രീരാമനെ ഭക്തിപൂർവം സ്തുതിച്ചു. രാമായണത്തിലെ മനോഹരമായ ഒരു ഭാഗമാണത്. ദൃശ്യയായ അഹല്യയെ രാമൻ വിശ്വാമിത്ര പ്രവചനപ്രകാരം പരിശുദ്ധിയായി വാഴ്ത്തുന്നു. തുടർന്ന് രാമൻ അഹല്യയുടെ കാൽ തൊട്ട് വന്ദിക്കുകയും അഹല്യയുടെ സത്കാരം സ്വീകരിക്കുകയും ചെയ്തു. സ്നേഹപൂർവ്വം രഞ്ജൻ കയനാട്.